പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. മണിപ്പൂർ സാമ്പൽ സംഘർഷങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതിപക്ഷം. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള എംപിമാരും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗൗതം അനന്തനാരായണനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായിട്ട്. ഗൗതം, പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് തുടക്കമാകുവാൻ പോവുകയാണ്. നിർണായകമായ സമ്മേളനം തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഉജ്ജ്വല തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ട് അടുത്ത ദിവസമാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ഒപ്പം പ്രധാനമായിട്ടും പറയേണ്ടത്, രാജ്യം ഉറ്റുനോക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലടക്കം ഈ ശീതകാല സമ്മേളനത്തിൽ പാസ്സാക്കുമെന്ന് തന്നെയാണ് നേരത്തെ ആഭ്യന്തരമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഒപ്പം ഈ സഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ അത് അലങ്കോലപ്പെടുത്തുവാനുള്ള നീക്കങ്ങളുമായിട്ട് പ്രതിപക്ഷവും പോവുകയല്ലേ? രജനി, 11 മണിക്ക് ലോക്സഭയും രാജ്യസഭയും ചേരും. അതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. എന്തായാലും ഈ സഭാ നടപടികൾ തുടങ്ങുന്ന ദിവസം തന്നെ ബഹളത്തിൽ മുങ്ങാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾ മണിപ്പൂർ സംഘർഷം, അതോടൊപ്പം തന്നെ സാമ്പലിൽ, ഉത്തർപ്രദേശിലെ സാമ്പലിൽ ഇന്നലെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടെ നടക്കുന്ന സംഘർഷം, ഈ രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് ഇപ്പോൾ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള എംപിമാർ, രാജ്യസഭയിലെ CPIM-ന്റെ അംഗം വി ശിവദാസൻ, അതുപോലെ തന്നെ ലോക്സഭയിൽ കാസർഗോഡ് നിന്നുള്ള MP രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ രണ്ട് ഇന്ത്യ മുന്നണിയുടെ എംപിമാരും ഇപ്പോൾ വയനാട് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം വൈകുന്നു എന്നതാണ് ആരോപണം. നേരത്തെ തന്നെ ഇത്തരം ആരോപണവുമായി കേരളത്തിലെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും എംപിമാർ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇത് പാർലമെന്റിനകത്തും കേന്ദ്ര ധനസഹായം വൈകുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബഹളം വെക്കാനാണ് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ എംപിമാർ, CPM-ന്റെയും കോൺഗ്രസിന്റെയും എംപിമാർ ശ്രമിക്കുന്നത്. എന്തായാലും ആദ്യ ദിവസം തന്നെ മണിപ്പൂര് സാമ്പൽ, അതോടൊപ്പം തന്നെ അദാനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിൻ്റെ കൂടെ ഈ കേരളത്തിന്റെ ധനസഹായം ഇല്ല എന്ന ആരോപണം, ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാകും കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി നടത്തുക. രാവിലെ 10 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം എങ്ങനെ ശൈത്യകാല സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാകും നടക്കുക. അതേസമയം കേന്ദ്ര സർക്കാർ 16 ബില്ലുകളാണ് ഈ നിർണായകമായ സമ്മേളനത്തിന് അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും സുപ്രധാനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വഖഫ് ഭേദഗതി നിയമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മഴക്കാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റുമായിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടത്. എന്തായാലും ഈ ശൈത്യകാല സമ്മേളനത്തിൽ ഈ സുപ്രധാനമായ ബില്ല് പാസ്സാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും നൽകുന്ന സൂചന. രജനി, ഒപ്പം ഇന്നത്തെ ഈ ശീതകാല സമ്മേളനം തുടങ്ങാനിരിക്കുന്ന ദിവസം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് വയനാട് ദുരന്തം സംബന്ധിച്ച് നേരത്തെ ഗൗതം പറഞ്ഞ പോലെ കേന്ദ്ര സഹായം വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ഹൈക്കോടതിയിൽ അടക്കം സത്യവാങ്മൂലം കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നു പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളും NDRF ഫണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ. പക്ഷേ അതിനും അപ്പുറം കച്ച കെട്ടിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ തിരിയുക ഈ ഒരു വിഷയത്തിൽ എന്ന് തന്നെയാണ് കേരളത്തിലെ എംപിമാരുടെ ലക്ഷ്യം. അതിനു പിന്നിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച എംപിമാരെ വിളിച്ച് പ്രത്യേകം യോഗമൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇത് അതീവ ഗൗരവമായിട്ട് പറയണം എന്നുള്ളൊരു കാര്യം. അപ്പോഴും പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ട് കണക്ക് പോലും കേന്ദ്രത്തിന് നൽകാതെയാണ് കേരളം ഇത്തരത്തിലൊരു വാദം ഉയർത്തുന്നത് പോലും. രജനി, അതുതന്നെയാണ്. അതായത് ഈ ദുരന്തം നടക്കുന്നത് നമുക്ക് ഓർമ്മയുള്ളതാണ്. കഴിഞ്ഞ മഴക്കാലത്താണ്. ആ മഴക്കാലം കഴിഞ്ഞ് 4 മാസങ്ങൾ പിന്നിട്ട ശേഷം ഈ മാസം 13-ാം തീയതിയാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കണക്കുകൾ നൽകുന്നത്. അതായത് ഈ ദുരന്തത്തോടും ദുരന്ത ബാധിതരോടും എത്രത്തോളം മോശം സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ അതിനകത്തൊരു തർക്ക വിഷയമല്ലത്. കാരണം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുന്നു, ഒരു ജില്ലയ്ക്കകത്ത് ഇത്രയുമധികം ആളുകൾ മരണപ്പെടുന്നു, 2 പഞ്ചായത്തുകളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു ദുരന്തം, അത്തരം വലിയ ഒരു മഹാദുരന്തം സംസ്ഥാനത്തുണ്ടായിട്ടും അതിൻ്റെ കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കുകയോ ഏത് ദിശയിലൊക്കെയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏത് ദിശയിലാണ് നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും കേന്ദ്ര സർക്കാരിനെ കൃത്യമായി ധരിപ്പിക്കുവാനോ അതിൻ്റെ കണക്കുകൾ നൽകുവാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല എന്നതാണ് ഇതിലിപ്പോൾ വലിയ വിമർശനം കേരളത്തിലെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. ഈ മാസം 13-ാം തീയതിയാണ് കേരളം ഇത് സംബന്ധിച്ചുള്ള
ആദ്യ കണക്കുകൾ നൽകുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലും മറ്റോ പങ്കെടുക്കുവാൻ ഡൽഹിയിൽ എത്തിയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് 1500 കോടി രൂപയുടെ ധനസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടതല്ലാതെ അതിന്റെ കൃത്യമായ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നൽകാൻ തയ്യാറായിരുന്നില്ല. എന്നിട്ടും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ കഴിഞ്ഞ ദിവസവും ഇതിന്റെ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചിരുന്നു. കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഏതാണ്ട് 700 കോടി രൂപ ഇനിയും കേരളത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ 1500 കോടി എന്നൊരു പ്രത്യേക കണക്ക് പറഞ്ഞ് അത് കിട്ടാതെ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തങ്ങൾ നടത്തില്ല, അല്ലെങ്കിൽ അതിന് തുടക്കം പോലും കുറിക്കില്ല എന്ന ഒരു പിടിവാശി എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ദുരന്തബാധിതർക്ക് മുന്നിൽ ഒരു പിടിവാശി വെക്കുന്നത് എന്ന ചോദ്യമാണ് V. മുരളീധരനും BJP-യും ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം കേന്ദ്രം തന്നെ നൽകിയിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ട് ഇപ്പോഴും കേരളത്തിന്റെ കയ്യിൽ ബാക്കിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നതിന് പകരം 1500 കോടി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആദ്യ പടി തന്നെ ഒരു കല്ലെങ്കിലും എടുത്തു വയ്ക്കൂ എന്ന നിലപാട് എന്തിന് കേരളത്തിന്റെ സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ് BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. എന്തായാലും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ആയുധം എടുക്കുക എന്ന നിലപാടാണ് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ MP-മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനാലാണ് ഇപ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും CPM-ന്റെ രാജ്യസഭാ അംഗം ശിവദാസനാണെങ്കിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രജനി. ശരി.